പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഞാൻ തോമസ് ചാൻ തുറമ്പിൽ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് UK-യിൽ ചെഷയർ എന്ന പ്രവിശ്യയിലെ ഹെയിൽ ബാൺസിലുള്ള ചരിത്രപ്രസിദ്ധമായ ഹോളി ഏഞ്ചൽസ് ദേവാലയം പരിചയപ്പെടുത്തുന്നതിനാണ്. ടോം ടോക്സ് തൃശൂർ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്നുകൂടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. സെയിന്റ് മൈക്കിൾ, സെയിന്റ് റാഫേൽ, സെയിന്റ് ഗബ്രിയേൽ എന്നീ മാലാഖമാരുടെ നാമധേയത്തിൽ സമർപ്പിക്കപ്പെട്ട ഈ ദേവാലയത്തിന് നൂറ്റാണ്ടുകളുടെ പൗരാണിക ചരിത്ര പശ്ചാത്തലമുണ്ട്. 1986 ഡോംസ്ഡേ ബുക്കിൽ ഹെയിൽ ബാൺസിനെ ഒരു ഭരണ വിഭാഗമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അക്കാലത്ത് ക്രൈസ്തവർക്ക് ആരാധന നടത്താൻ റിംഗെ ചാപ്പൽ ആണ് ഉണ്ടായിരുന്നത്. നൂറ്റാണ്ടുകൾക്ക് ശേഷം, അതായത് 17-ാം നൂറ്റാണ്ടിൽ ഈ പ്രദേശത്തെ കർഷകർ ടൈത്ത് ബാൺസ് എന്ന സ്ഥലത്ത് ഒത്തുകൂടുകയും തങ്ങളുടെ വിളകളുടെ ദശാംശം ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥന നടത്തുകയും ദശാംശ വിളകൾ സാധുജനത്തിന് വിതരണം ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു. ഈ കൂട്ടായ്മയിൽ നിന്നാണ് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിന്റെ ഉത്ഭവം. ഡോക്ടർ ജോൺ ലേയ് എന്ന വ്യക്തി 1879 ടൂഡർ ശൈലിയിൽ നിർമ്മിച്ചൊരു വീട്ടിലായിരുന്നു ദേവാലയം പ്രാരംഭം കുറിച്ചത്. 19-ാം നൂറ്റാണ്ടിൽ ദ മാനർ ഹൗസ് എന്നാണ് അത് അറിയപ്പെട്ടത്. ലിയോ വോക്ക് തന്റെ ഭാര്യ മരിയാനെയും 7 മക്കളെയും കൂട്ടി ഹെയിൽ ബാൺസിൽ വന്ന് താമസിച്ചു. 1915 അവർ വുഡീസ് ഭവനം നിർമ്മിച്ചു. മരിയയുടെ കുടുംബ സ്വത്തായ എസ്റ്റേറ്റ് ഭൂമിയാണ് പള്ളിയും അതിനോടനുബന്ധിച്ചുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇന്ന് പ്രവർത്തിക്കുന്നത്. അകാലത്തിൽ മരണമടഞ്ഞ മേരി എന്ന മകളുടെ ഓർമ്മയ്ക്കായി തൻ്റെ എസ്റ്റേറ്റ് ഫാമിൽ ഏക്കർ കണക്കിനുള്ള സ്ഥലം മരിയ പള്ളിക്കായി ദാനം നൽകി. ഈ ബാക്കി സ്ഥലങ്ങൾ ആൾട്രിഞ്ചം, സെയിൽ, വെസ്റ്റ് ടിംബർലി എന്നീ ഇടവകൾക്കും അവർ നൽകി. ഇതിനെ തുടർന്ന് ഷ്രൂസ്ബറി ബിഷപ്പ് ജോൺ മർഫി ഫാദർ ജെറാൾഡ് മക്ഡൊണാൾഡിനോട് ഈ നാട്ടിലെ കത്തോലിക്ക ഇടവകയ്ക്കായി ഒരു മനോഹര ദേവാലയം നിർമ്മിക്കാൻ ആവശ്യപ്പെട്ടു. ഇടവകക്കാരുടെ കമ്മിറ്റി രൂപീകരിച്ച് വിപുലമായ രീതിയിൽ ഫണ്ട് സ്വരൂപിച്ച് ആർതർ ഫയർ ബ്രദർ എന്ന ആർക്കിടെക്ട് ഈ ദേവാലയത്തിന് രൂപകൽപ്പന നൽകി. ഈ ദേവാലയത്തിന്റെ ഇഷ്ടികപ്പണികൾ പ്രത്യേക രീതിയിൽ നിർമ്മിച്ചെടുത്ത ഇഷ്ടികകൾ കൊണ്ടാണ് നടത്തിയിരിക്കുന്നത്. വാസ്തുശില്പകലയുടെ മകുടോദാഹരണമായ ഈ ദേവാലയത്തിന്റെ കോണുകളും കമാനങ്ങളും ഈ ഇടവകയുടെ നിർമ്മാണത്തിന്റെ ചാരുതയും അതിവൈദഗ്ധ്യവും നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. വിംസ്ലേയിലെ ടി ബ്രൗൺ ആൻഡ് സൺസ് എന്ന നിർമ്മാണ കമ്പനിയാണ് 2 വർഷത്തിലേറെ സമയമെടുത്ത് ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. അൾത്താരയുടെ പുറകിലായി ഗായക സംഘം ഇപ്പോൾ ട്രെയിനിങ് നടത്തുന്നതാണ് നാം കാണുന്നത്. ആദ്യകാലത്ത് ദി സിംഗേഴ്സ് ഓഫ് സെയിന്റ് ഗ്രിഗറി എന്നറിയപ്പെട്ടിരുന്ന ഗായക സംഘം വളരെ പ്രസിദ്ധി നേടിയതാണ്. ചരിത്രപ്രസിദ്ധമായ ഒരു ഓർഗൻ ഇന്നും ഈ ഗായക സംഘം ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ നിൽക്കുന്നത് ദേവാലയത്തിനോടനുബന്ധിച്ചുള്ള പാരിഷ് ഹാളിന്റെ മുന്നിലാണ്. പുറത്തെയും അകത്തെയും താപനില നിയന്ത്രിക്കാൻ 2 വാതിലുകൾ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു. പുറത്ത് തണുപ്പാണെങ്കിൽ അകത്തെ ആ വാതിലടച്ചു കഴിഞ്ഞാൽ അകത്തെ ചൂട് നിലനിർത്താൻ പറ്റും.
പുറത്ത് ചൂടാണെങ്കിൽ അകത്ത് തണുപ്പ് നിലനിർത്താനുള്ള സംവിധാനമാണത്. ഒരു ചെറിയ ഹാളാണെങ്കിലും ഈ ഹാള് വളരെ മനോഹരമായി ഇവിടെ പണികഴിപ്പിച്ചിട്ടുണ്ട്. സൈഡിൽ കാണുന്ന മുറികളൊക്കെ ഇവിടുത്തെ വിവിധ പ്രവർത്തനങ്ങൾക്കുള്ള ഓഫീസ് മുറികളാണ്. ഹാളിനകത്ത് ഫുഡ് കൗണ്ടറും മറ്റുമൊക്കെയുണ്ട്. ഈ കാണുന്നതാണ് പ്രിപ്പറേറ്ററി സ്കൂൾ. വളരെ പ്രസിദ്ധമായ ഒരു സ്കൂളാണ്. UK ഉന്നത നിലവാരം പുലർത്തുന്ന ഗ്രാമർ സ്കൂൾ എന്നിത് അറിയപ്പെടുന്നു. ഇവിടെ പ്രവേശനം ലഭിക്കുന്നതിന് പ്രത്യേക പരീക്ഷ എഴുതി പാസ്സാകണം. ഇംഗ്ലണ്ടിലെ ഏറ്റവും പ്രസിദ്ധമായ സ്കൂളുകളിൽ ഒന്നാണിത്. എന്റെ പുറകെ കാണുന്നത് പരീക്ഷ ഹാളും ഇത് സ്കൂളിന്റെ കോമ്പൗണ്ടാണ്. വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രിപ്പറേറ്ററി സ്കൂളാണ് നാം കാണുന്നത്. നേരെ അങ്ങോട്ടുള്ളത് ഇനി ഇവിടുത്തെ ഈ ദേവാലയത്തിനോടനുബന്ധിച്ചുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കെട്ടിടങ്ങളാണ്. ഈ കാണുന്ന വെള്ള നിറത്തിലുള്ള കെട്ടിടം ഇവിടെയാണ് ആദ്യകാലത്ത് ഇതിന് തുടക്കം കുറിച്ച ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന സന്യാസ സമൂഹത്തിന്റെ ആശ്രമം ആ കെട്ടിടത്തിനകത്താണ്. കേവലം 70 വിദ്യാർത്ഥികളും 7 ആശ്രമ സന്യാസികളുമാണ് സ്കൂളിന് തുടക്കം കുറിക്കുമ്പോഴേ ഉണ്ടായിരുന്നത്. ഇന്നിപ്പോഴോ 3000-ലധികം വിദ്യാർത്ഥികൾ ഉൾക്കൊള്ളുന്ന വലിയൊരു സ്ഥാപനമായി ഇത് വളർന്നിരിക്കുന്നു. UK എല്ലാ ഭാഗത്തു നിന്നുള്ള കുട്ടികൾ ഇവിടെ വരുന്നുണ്ട്. സ്കൂളിന്റെ മുന്നിലുള്ള ക്യാമ്പസാണ്, ഗാർഡനാണ് നമ്മൾ കാണുന്നത്. ഈ സ്കൂള് ഇപ്പോ ക്രിസ്ത്യൻ ബ്രദേഴ്സിന്റെ ആശ്രമത്തിന്റെ കീഴിലല്ല. അവര് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇവിടം വിട്ടു പോവുകയും ഇപ്പോഴിത് ഈ ഇടവകയുമായി ബന്ധപ്പെട്ട് ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് ആ ട്രസ്റ്റിന്റെ കീഴിലാണ് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ വിശാലമായ ക്യാമ്പസ് പുൽത്തകിടിയും ഗ്രൗണ്ടുകളും വളരെ ആധുനികമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള ക്ലാസ് മുറികളൊക്കെ ഈ സ്കൂളിന്റെ പ്രത്യേകതയാണ്. ഹെയിൽസ്ബാൺ എന്ന് പറയുന്ന പ്രദേശത്തെ ഏറ്റവും പ്രധാന റോഡിന് അഭിമുഖമായിട്ടാണ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ എല്ലാ രാജ്യത്തു നിന്നുള്ള വിദ്യാർത്ഥികൾ വന്ന് പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. സെന്റ് ആംബ്രോസ് കോളേജിന്റെ പ്രധാന കവാടത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. എത്രയോ കാലപ്പഴക്കമുള്ള മരമാണ് കാണുന്നത്. അത് മുറിച്ചു മാറ്റിയത് അത് കേടുവന്ന് വീഴാറായപ്പോഴാണ്. വളരെ ഉറപ്പുള്ള മരമാണത്. അത് ഉപയോഗിച്ചാണ് ഇവിടങ്ങളിലൊക്കെ വീടുകൾ നിർമ്മിക്കുന്നത്. ഈ ക്യാമ്പസ് നിറയെ ആദ്യകാലത്ത് ഒത്തിരി മരങ്ങളുണ്ടായിരുന്നു. ഇന്ന് ഞായറാഴ്ച ദിവസമായതുകൊണ്ട് എല്ലാ വണ്ടികളും ഒന്നും ഇവിടെ പാർക്ക് ചെയ്യുന്നില്ല. സ്കൂളിന്റെ നേരെ കാണുന്നത് ഹൈസ്കൂളാണ്. അതിന്റെ വലതുവശത്ത് കാണുന്നത് കോളേജിന്റെ ബിൽഡിംഗ് ആണ്. അത് അങ്ങ് അപ്പുറത്തേക്ക് വീണ്ടും പരന്ന് വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഇവിടെ ഒത്തിരി കളിസ്ഥലങ്ങളുണ്ട്. കായിക വിനോദം ഈ സ്കൂളിന് വളരെ പ്രധാനപ്പെട്ടതാണ്. പലവിധ തരത്തിലുള്ള ഗ്രൗണ്ടുകൾ ഇവിടെയുണ്ട്. വളരെ വിപുലമായ രീതിയിൽ സ്പോർട്സ് സന്നാഹങ്ങളുള്ള ഈ സ്കൂളും കോളേജും UK അറിയപ്പെടുന്ന കലയിലും സാഹിത്യത്തിലും സംഗീതത്തിലൊക്കെ മികവ് പുലർത്തുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. അതോടൊപ്പം തന്നെ കായിക രംഗത്തു വലിയ പ്രതിഭകളെ വളർത്തിയെടുത്തിട്ടുള്ള സ്കൂളാണിത്. ഇവിടുത്തെ സജ്ജീകരണങ്ങളൊക്കെ കാലഘട്ടത്തിന്റെ അനുയോജ്യമായ രീതിയിൽ ഏറ്റവും ആധുനികമായ സൗകര്യങ്ങളോടെയാണ് സ്കൂൾ കോമ്പൗണ്ടും സ്കൂൾ ക്ലാസ് മുറികളും എല്ലാം ഒരുക്കിയിട്ടുള്ളത്.
10,000 പരം കുട്ടികൾ പഠിക്കുന്ന വലിയൊരു സ്ഥാപനം, നിരന്തരം കുട്ടികളുടെ ആരവം ഉള്ള സ്ഥലം. ഇന്ന് ഒരു ഒഴിവു ദിവസമായതുകൊണ്ട്, ഞായറാഴ്ച ആയതുകൊണ്ട് ശാന്തമായിട്ട് നമുക്കിവിടെ വന്ന് കാണാൻ കഴിയുന്നു. സ്കൂൾ പ്രവർത്തിക്കുന്ന